അസ്സലാമു അലൈക്കും. നമ്മുടെ തൊപ്പിക്കാരൻ മുജാഹിദ് എത്തിയിട്ടുണ്ട്. വീഡിയോ കണ്ടു നോക്കുക. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നുകൊണ്ട് ഒരു ഉൾപ്പില്ലാതെ കളവ് പറയുന്ന ഒരു ഉസ്താദിന്റെ വീഡിയോ ഉണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ആതിഖ റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്യുന്ന സമയത്ത് ആതിഖ റളിയല്ലാഹു അൻഹ നിബന്ധന വെച്ചിട്ടുള്ള കാര്യമാണ് 5 നേരം പള്ളിയിൽ പോയി നിസ്കരിക്കാൻ എനിക്ക് അനുവാദം നൽകണം. ആത്തിക്ക ബീവിയുടെ സംഭവത്താൽ ആത്തിക്ക ബീവി പിന്നീട് എത്ര തവണയാണ് പള്ളിയിലേക്ക് പോയത്? മർദ്ദങ്ങൾ തടഞ്ഞതിനു ശേഷം പിന്നീട് ഒരിക്കലും ആത്തിക്ക ബീവി പള്ളി പോയിട്ടില്ല. ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള പച്ചയായ കളവ് ഇതാണ്. ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ഫത്ഹുൽ ബാരി തുറക്കുക, 4ാമത്തെ വാള്യം 400ാമത്തെ പേജ് എടുക്കുക. ആ കിതാബിൽ ഉമർ റളിയല്ലാഹു അൻഹു ആതിഖ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യുന്ന സമയത്ത് 5 നേരം പള്ളിയിൽ പോകാൻ അനുവദിക്കണം എന്ന നിബന്ധനയോട് കൂടിയാണ് ആ വിവാഹത്തിന് സമ്മതിക്കുന്നത് തന്നെ. ഇനി ആ കിതാബിൽ പറഞ്ഞ കാര്യം ഒന്ന് നമുക്ക് നോക്കാം. വലഖദ് തുഇന ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുത്തേറ്റപ്പോൾ, അതായത് സുബഹി നിസ്കരിക്കുന്ന സമയത്ത് കുത്തേറ്റപ്പോൾ, വ ഇന്നഹാ ലഫിൽ മസ്ജിദ്, അപ്പോൾ അവൾ, അതായത് ആതിഖ റളിയല്ലാഹു അൻഹ മസ്ജിദിൽ ഉണ്ടായിരുന്നു എന്ന് ഫത്ഹുൽ ബാരിയിലാണ് ഉള്ളത്. അപ്പൊ പബ്ലിക്കിൽ വന്ന് ഉളുപ്പില്ലാതെ ഉസ്താദ് നുണ പറഞ്ഞു എന്നാണ് ഈ സാധു പറയുന്നത്. എങ്കിൽ പിന്നെ അങ്ങനെ ഉളുപ്പില്ലാതെ നുണ പറഞ്ഞ വേറൊരു ഉസ്താദിനെ കൂടെ ഞാൻ പരിചയപ്പെടുത്താം. ഇയാൾ തന്നെ ഉദ്ധരിച്ച ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങളെക്കാൾ എത്രയോ വർഷം മുമ്പ് വഫാത്തായി പോയ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബീ ജംറത്തുൽ ഉൻദുലൂസി റഹിമഹുല്ലാ അവിടുത്തെ ബഹജത്തുൻ നുഫൂസ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, ആത്തിഖ ബീവിക്ക് ഉമർ റളിയല്ലാഹു അൻഹു സമ്മതം കൊടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലാ തംനഉ, നിങ്ങൾ തടയണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ ഉമർ തങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ട കാര്യമായിരുന്നു എന്നതല്ല. അങ്ങനെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു വഴിയിൽ വെച്ച് ആരും കാണാതെ ഒളിച്ചു വന്ന് ആത്തിഖ ബീവിയെ തന്ത്രപൂർവ്വം തല്ലിയത്. ഉമ്മലം തഖ്റുജു ബഅദ ദാലിക, അതിനുശേഷം ആത്തിഖ ബീവി നിസ്കരിക്കാൻ പള്ളിയിൽ പോയിട്ടില്ല. ഇനി നുണ പറയുന്ന മറ്റൊരു സ്ഥാനം കൂടെ പറയാം. നിങ്ങളുടെ സ്വന്തം ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ അൽ ബിദായത്തു വന്നിഹായ, ആത്തിഖ ബീവി പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്നത് ഉമർ തങ്ങൾക്ക് വെറുപ്പായിരുന്നു, അതുകൊണ്ട് തന്നെ വഴിയിൽ വെച്ച് അടിക്കുകയുണ്ടായി. വലം തഖ്റുജു ബഅദ ദാലിക, അതിനുശേഷം പള്ളിയിൽ നിസ്കരിക്കാൻ പോയിട്ടില്ല.